സാധാരണ നമ്മെ സ്നേഹിക്കുന്നവരുടെ അടുത്തേക്ക് ഓടിയെത്താൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അത് ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, അല്ലേ? അവരടുത്തിരിക്കുമ്പോൾ കിട്ടുന്നൊരു സ്നേഹവും സംരക്ഷണവും ഒക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതുപോലെ നമുക്ക് എല്ലാവർക്കും ഓടിയെത്താൻ കഴിയുന്ന ഒരിടമുണ്ട്, അതാണ് ദിവ്യകാരുണ്യം. സ്നേഹവും കരുതലും കടലോളം വാരി നൽകി നമ്മെ സ്നേഹിക്കുന്ന ആ കാരുണ്യത്തിലേക്ക് നമുക്ക് ഓടിയെത്താം. എനിക്കെന്നും നീ
കുരിശിലേക്ക് നോക്കിയ നല്ല കള്ളൻ അവിടെ സ്വർഗം കണ്ടു. കുരിശിൻ ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് നോക്കി ശതാധിപൻ അവിടെ ദൈവപുത്രനെ കണ്ടു. അതാണ് കുരിശിൻ്റെ മഹത്വം. ആ കുരിശിലേക്ക് നമ്മുടെ ജീവിതാവസ്ഥകളെ ഇറക്കി വെക്കുമ്പോൾ സ്വർഗം നമ്മുടെ ജീവിതത്തിലും ഇടപെടും. നമുക്കും നോക്കാം ആ കുരിശിലേക്ക്, നമ്മുടെ ജീവിതത്തെ ഒരു തുറന്ന പുസ്തകമാക്കി മാറ്റിക്കൊണ്ട്. നോക്കിയിരുന്നു ഞാൻ എൻ്റെ വ്യതകൾ മുഴുവൻ പറഞ്ഞു ഞാൻ. ഒരു നോക്കിനാൽ എൻ്റെ മനം കുളിർത്തു, സ്വർഗ സന്തോഷമുള്ളിൽ നിറച്ചു. ജീവനിൽ അലിഞ്ഞങ്ങു ചേർന്നു നീ ആത്മദിനാഹാരമായി. അത്രമേൽ ജീവനിൽ അലിഞ്ഞങ്ങു ചേർന്നു നീ ആത്മദിനാഹാരമായി. വചനത്തിൻ പൊരുളേകി മനസ്സിൻ്റെ ഇരുൾ നീക്കി സ്വർഗീയ വിരുന്നായി വന്നു. വചനത്തിൻ പൊരുളേകി മനസ്സിൻ്റെ ഇരുൾ നീക്കി സ്വർഗീയ വിരുന്നായി വന്നു. ജീവൻ പകുത്തു തന്നു. കുരിശിൽ നോക്കിയിരുന്നു ഞാൻ എൻ്റെ വ്യതകൾ മുഴുവൻ പറഞ്ഞു ഞാൻ. കണ്ണുനീർ തന്നൊരു നിമിഷങ്ങളാകെയും നന്മയ്ക്കു കാരണമായി. കണ്ണുനീർ തന്നൊരു നിമിഷങ്ങളാകെയും നന്മയ്ക്കു കാരണമായി. മുറിവേറ്റ ഹൃദയത്തിനിന്നോളമറിയാത്ത തീരാത്ത സന്തോഷമായി. മുറിവേറ്റ ഹൃദയത്തിനിന്നോളമറിയാത്ത തീരാത്ത സന്തോഷമായി. നാഥൻ സർവവുമായി. കുരിശിൽ നോക്കിയിരുന്നു ഞാൻ എൻ്റെ വ്യതകൾ മുഴുവൻ പറഞ്ഞു ഞാൻ. ഒരു നോക്കിനാൽ എൻ്റെ മനം കുളിർത്തു, സ്വർഗ സന്തോഷമുള്ളിൽ നിറച്ചു. കുരിശിൽ നോക്കിയിരുന്നു ഞാൻ എൻ്റെ വ്യതകൾ മുഴുവൻ പറഞ്ഞു ഞാൻ. ഒരു നോക്കിനാൽ എൻ്റെ മനം കുളിർത്തു, സ്വർഗ സന്തോഷമുള്ളിൽ നിറച്ചു. നമ്മളൊക്കെ വേദപാഠ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന്. കാരണം മറ്റൊന്നുമല്ല, ഈശോ നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് തന്നെ. ആ ഒരു സാന്നിധ്യം തന്നെയാണ് നമ്മളെ സ്നേഹവും കരുണയും അനുകമ്പയും ഒക്കെ നിറയ്ക്കുന്നത്. നമ്മളെ പാപത്തിൽ നിന്നും അകറ്റി വിശുദ്ധിയിലേക്ക് നയിക്കുന്നതും ഈ സാന്നിധ്യം തന്നെ. അങ്ങനെയെങ്കിൽ ആ സാന്നിധ്യത്തെയല്ലേ നമ്മൾ കൂടുതലായി സ്വീകരിക്കേണ്ടത്?
വിളിക്കാം ആ സ്നേഹനാഥനെ നമ്മുടെ എല്ലാം എല്ലാമായി മാറുവാൻ.
വരിക ദിവ്യജ്വാലയാൽ. വരിക വരിക ആത്മനേ, വരിക ജ്ഞാന തേജസ്സേ, വരിക വരിക മാനസേ, വരിക ദിവ്യജ്വാലയാൽ. ദൈവസാന്നിധ്യത്തിൻ്റെ ഇടങ്ങൾ അകലെയാകുന്നതും അന്യമാകുന്നതും അപകടകരമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം തളർന്നു പോകുന്ന ചില അവസരങ്ങളിൽ നമ്മെ കരം പിടിക്കാനും നമ്മെ ചേർത്ത് നിർത്താനും നമുക്കൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് പാടി സ്തുതിക്കാം. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേയ്ക്ക്, ആരാധന, ആരാധന അങ്ങേയ്ക്ക്, ആരാധന, ആരാധന അങ്ങേയ്ക്ക്, ആരാധന, ആരാധന അങ്ങേയ്ക്ക്, ആരാധന. യേശുവേ നാഥാ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവേ നാഥാ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. യേശുവേ നാഥ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവേ നാഥ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേയ്ക്ക്, ആരാധന, ആരാധന അങ്ങേയ്ക്ക്, ആരാധന, ആരാധന അങ്ങേയ്ക്ക്, ആരാധന, ആരാധന അങ്ങേയ്ക്ക്, ആരാധന.
കുറച്ച് ഗാനങ്ങളാണ് ഇന്ന് നമ്മൾ കേട്ടത്. തീർച്ചയായും നിങ്ങളത് എൻജോയ് ചെയ്തിട്ടുണ്ടാവും. ഇനിയും ഒരുപിടി നല്ല ഗാനങ്ങളുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. ബൈ.